ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഞണ്ട് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ 1 കിലോ ഞണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് അട വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ എന്താ പറയുക, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഓയിൽ ചൂടായി പിന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 3/4 കിലോനോളം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. മുക്കാലില്ല, അരയിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 നേരത്തേക്ക് ആക്കുന്നതാണ് കേട്ടോ. രാത്രിയിലേക്കും ഉച്ചക്കേക്കുമായിട്ട് ആക്കുന്നതാണ്. എന്താ വെച്ചാൽ നനച്ചുള്ളി പണിയെടുക്കുന്ന അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് വേഗം രാത്രി എന്തായാലും നമ്മൾ ഈ പണിയെല്ലാം എടുത്തിട്ട് ചെയ്യുമ്പോൾ പണിയെല്ലാം നനച്ചുള്ളി പണിയെല്ലാം എടുത്തിട്ട് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് നല്ല ടയേർഡായിട്ടെല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും രാത്രി കഴിയൂല. എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താക്കി ഉച്ചക്കേ ഞണ്ട് ബിരിയാണി ആക്കാൻ വിചാരിച്ചിട്ടാ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് 2 നേരത്തേക്കായിട്ട് ആക്കി വെച്ചതാണ്. അതാണ് കേട്ടോ ഇത്രയും സവാള. അപ്പോൾ ഇതാ സവാളയിൽ ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സവാള നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ഞാനുണ്ടല്ലോ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെങ്കിൽ 4 തക്കാളി എടുക്കാം കേട്ടോ. അപ്പോൾ 3 തക്കാളി എടുത്തിട്ട് ഇതാ ചെറുതായി എണ്ണത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ സവാളയും തക്കാളിയും നല്ലതുപോലെ ഒന്ന് സെറ്റാട്ടെ, അതുവരെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. ഇനി ഇതാ ഇതിലേക്ക് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുക്കുക. ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഞണ്ടിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണോളം നമ്മളെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി അത്യാവശ്യം നല്ലതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയെല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഞണ്ടിൻ്റെ ടേസ്റ്റ് മാറും. ആ ഞണ്ടിന് നമുക്ക് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ഞണ്ടിന് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതാ ഞാനിതാ ക്ലീനാക്കി എടുത്ത ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ പൊരിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഇങ്ങനെ ഞണ്ട് മുതുമണി ഇങ്ങനെ പച്ചയോടെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ മസാലക്ക് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ സമയം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ ഞണ്ടിൻ്റെ ഉള്ളിലേക്കെല്ലാം ഉപ്പ് പിടിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പം ഞണ്ട് വേവേണ്ട സമയമില്ല. ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വന്നോളൂ കേട്ടോ. അടിക്ക് പിടിക്കുകയൊന്നുമില്ല, ഞണ്ടിലത്തെ വെള്ളം തന്നെ ഉണ്ടാവും. ഇനി ആ സമയം കൊണ്ട് ഞാനിതാ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ് ബിരിയാണി വെക്കേണ്ട റൈസ് തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കേട്ടോ. അധികം നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടാ. കുറച്ച് നെയ്യും അധികം ഓയിലും ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായാൽ. അപ്പോൾ അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1 കിലോന് അരിയാണ് കേട്ടോ എടുത്ത്. 1 കിലോയിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് 1 പാട്ട അരിക്ക് ഞാൻ 1.25 പാട്ട ആ അളവാണ് കേട്ടോ എടുക്കൽ. നമ്മൾ ഏത് പാത്രമാണ് അളക്കാൻ എടുക്കുന്നത് അതിൽ തന്നെ നമ്മൾ 1.25 പാട്ട ഒരു പാട്ട അരി എടുത്താൽ 1.25 പാട്ടയായിട്ട് വെള്ളം എടുക്കാം കേട്ടോ. അപ്പം ഈ റൈസ് വെക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടല്ല ചോറ് വെക്കുമ്പോൾ നാരങ്ങയൊന്നും ഇടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇടൂല. അങ്ങനെ കട്ടപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ ചോറ്.
ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഞാനവിടെ തുറന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. ഇനി ഇതപ്പോഴേക്കും നമ്മളെ ഞണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഞണ്ട് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല മണം, എന്താ പറയുക, മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഇനി ഇതാ അപ്പോൾ നമ്മളെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ദം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ റൈസിന് ഈ ഞണ്ടിൻ്റെ ഒരു മണം വരണമെങ്കിൽ ഉണ്ടല്ലേ ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതാ ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞണ്ടിൻ്റെ മസാലയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മീത്തിയായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. എനിക്ക് കൂടുതൽ ചിക്കൻ ബിരിയാണിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ ഞണ്ട് ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ അത്രയും ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ കഴിക്കുമ്പോൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കഴിക്കാൻ നമുക്ക് തോന്നില്ലല്ലോ, കുറച്ച് ഒരു മടുപ്പ് വരുമല്ലോ. പക്ഷേ ഈ ഞണ്ട് ബിരിയാണി അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെയും കഴിക്കാൻ തോന്നുന്നതല്ലാണ്ട് ഒരു മടുപ്പ് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മീത്തെ ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നിരത്തി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതാ ഞാൻ പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ മഞ്ഞളിൻ്റെ പൊടിയില്ലേ അത് വെള്ളമാക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതാ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ഇതാ പിന്നെ നമ്മൾ സവാളയും മുന്തിരിങ്ങയെല്ലാം മുരിയിച്ചതില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടാട്ടോ. ഇനി ഇതങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചൂടോടെ തന്നെ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഭാഗം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് നെയ്യ് അതിൻ്റെ മീത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇതാ ബാക്കിയില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ് സവാളയും മുരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ അടുപ്പിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഉച്ചയാകുമ്പോൾ കഴിക്കാൻ എടുക്കുന്നതാണ് കേട്ടോ. അതുവരെ തുറന്നിട്ടുണ്ടായിട്ട് ഇപ്പോൾ ഉച്ചയാകുമ്പോൾ എടുത്തിട്ടുണ്ടായതാണ് കേട്ടോ. കുറച്ച് സമയം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിട്ട് ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ആക്കി നോക്കേണ്ട ഒരു ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ബിരിയാണി ഇഷ്ടപ്പെടും കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല റൈസും അതിന് നല്ല മസാലയും അതിന് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ ഞണ്ട് കിട്ടിയാൽ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറ് വേറെയിലേക്ക് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല അടിഭാഗമല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചോറ് ഇങ്ങനെ കുറച്ച് വേറെ ഇല തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് ചോറ് ആ മസാലയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചോറും മസാലയും മിക്സ് ആകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മണവും ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചോറ് ഇതേപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാലയിൽ തന്നെ അങ്ങോട്ട് നിൽക്കട്ട് വിചാരിച്ചിട്ട് ഇനി ഇതാ ഓരോരാക്കായിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചോറിൽ പെരക്കിയാൽ പിന്നെ നമുക്ക് മസാല അധികമാവുമോ മസാല ബാക്കിയാവുമോ അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചോറിൽ ഇങ്ങനെ മസാല പെരക്കിയാൽ ചോറും മസാലയും മിക്സായാൽ അങ്ങനെ ബാക്കിയാവില്ല കേട്ടോ. എന്താ വെച്ചാൽ മസാല വേറെ ചോറ് വേറെ അങ്ങനെ ആക്കുമ്പോൾ എന്തായാലും അങ്ങനെ ബാക്കിയാവില്ല. ഇതേപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞണ്ട് ബിരിയാണി ട്രൈ ആക്കി നോക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. മസ്റ്റായിട്ട് ഇങ്ങോട്ട് ട്രൈ ആക്കി നോക്കണേ. ഇനി ഞണ്ട് കിട്ടിയാൽ മസ്റ്റായിട്ടും ബിരിയാണി തന്നെ ആക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.